താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയർ. ഇതാണ് അടുത്ത ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ബാരിയേഴ്സ് ആർ സെറ്റ് ബൈ ദി ഗവൺമെന്റ് ടു കൺട്രോൾ ട്രേഡ് വിത്ത് ഫോറിൻ കൺട്രീസ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നു, ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനാഷണൽ ട്രേഡ് ഇക്കോണമിയുടെ ഗ്രോത്തിന് വളരെ അത്യാവശ്യമാണ്. പക്ഷെ ഒപ്പം തന്നെ ഗവൺമെന്റ് അത് കൺട്രോൾ ചെയ്യും. കാര്യം നമ്മൾ കൂടുതൽ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഫോറിൻ കറൻസി പുറത്തോട്ട് പോകുന്നു. അപ്പം അതും ഒരു കൺട്രോൾ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് ബാരിയർ, ഒരു രീതിയിലുള്ളൊരു കൺട്രോൾ വരുത്തുന്നു. രണ്ട് രീതിയിലുള്ള ബാരിയേഴ്സ് ആണ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് താരിഫ് ബാരിയർ. താരിഫ് എന്നുള്ളൊരു പേര് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടാക്സ്. താരിഫ് ഇസ് എ ടാക്സ്. സർക്കാർ ഇമ്പോസ് ചെയ്യുന്ന ഒരു ടാക്സ് ആണ്. അത് ഇമ്പോർട്ടഡ് ഗുഡ്സ്മേ ആവാം, എക്സ്പോർട്ടഡ് ഗുഡ്സ്മേ ആവാം. ഇമ്പോർട്ടഡ് ഗുഡ്സ്മേ ഒരു താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിന്റെ വില കൂടും. നമ്മളൊരു പെർട്ടിക്കുലർ പ്രൈസിനാണ് വേറെ കൺട്രിയിൽ നിന്ന് വാങ്ങിക്കുന്നത്, പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടി, അങ്ങനെ വരുമ്പോൾ അതിന്റെ വില കൂടും. ഓക്കെ, സെയിം അപ്ലൈസ് ടു എക്സ്പോർട്ട് ഡ്യൂട്ടി. ഇപ്പൊ നമ്മൾ ചില സമയത്ത് ചില സാധനങ്ങൾക്ക് ഡൊമസ്റ്റിക് ഇക്കോണമി വിത്തിൻ അവർ കൺട്രി ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സ്പോർട്ട് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി, എക്സ്പോർട്ടിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി എക്സ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ വില കൂടും, അതിന്റെ ഡിമാൻഡ് കുറയും. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇമ്പോർട്ട് ഡ്യൂട്ടിക്ക് ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഈടാക്കുമ്പോൾ ഫോറിൻ ഗുഡ്സ് എക്സ്പെൻസീവ് ആവും. ഇവിടെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക്കൽ ഗുഡ്സ് ചീപ്പാവും. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ മാനുഫാക്ചറേഴ്സിനും സെല്ലേഴ്സിനും ഒരു ബൂസ്റ്റ് കിട്ടുന്നു. പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് താരിഫ് ഇസ് എ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ദി ഗവൺമെന്റ്. സർക്കാരിന് കിട്ടുന്ന ഒരു റവന്യൂ സോഴ്സ് ആണ്. സർക്കാരിന് ഇൻകം ടാക്സ് ഒരു സോഴ്സ് ആണ്. അതേപോലെ തന്നെ സെയിൽ ടാക്സ്, അങ്ങനെ പല രീതിയിലുള്ള സോഴ്സസ് ഉണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താരിഫും ഒരു ചെറിയൊരു സോഴ്സ് ആണ്. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടി ആണ് താരിഫ് ബാരിയേഴ്സിൽ വരുന്നത്. താരിഫ് അല്ലെങ്കിൽ ടാക്സ്, ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡിൽ വരുന്ന ടാക്സിനെ ടോട്ടൽ 1 2 3 4 5 6 7 7ആയിട്ട് തിരിക്കുന്നുണ്ട്. പക്ഷെ ഈ 7ആയിട്ട് തിരിച്ചേക്കുന്നത് 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. 3 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓരോ ക്ലാസിഫിക്കേഷനിലും 2ഉം 3ഉം ഒക്കെ ആയിട്ട് താരിഫ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Now first is classification on the basis of what is being taxed. Second is classification on the basis of purpose. Third is on how the duty amount is valued. ആദ്യത്തത് ക്ലാസിഫിക്കേഷൻ. എന്തിനെയാണ് ടാക്സ് ചെയ്യുന്നത്? എക്സ്പോർട്ട് ആണോ ഇമ്പോർട്ട് ആണോ? ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആണോ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആണോ? അതാണ് താരിഫിന്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ. സെക്കൻഡ് ഇസ് പർപ്പസ്. എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ടാക്സ് ഈടാക്കുന്നത്? ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണോ? അതായത് ഇവിടുത്തെ സെല്ലേഴ്സിന് മാനുഫാക്ചറേഴ്സിന് പ്രൊട്ടക്ട് ചെയ്യാനാണോ? അതല്ലെങ്കിൽ സർക്കാരിന് റവന്യൂ ഉണ്ടാക്കാനാണോ? മൂന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൗ ദി ഡ്യൂട്ടി എമൗണ്ട് ഇസ് വാല്യൂഡ്. നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കണം എന്ന് പറയും. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പം 3 രീതിയുണ്ട്. ഒരു രീതിയിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട്. ഇപ്പൊ കാറ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്, ആ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള എല്ലാ വെഹിക്കിൾസിന് ഇത്രയും ഫിക്സ്ഡ് എമൗണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി. അതല്ലെങ്കിൽ വേറൊരു രീതിയുണ്ട്, രണ്ടാമത്തെ രീതി, പെർസെൻറ്റേജ് ആയിട്ട് ആ പ്രോഡക്റ്റിന്റെ വാല്യൂവിന്റെ ഇത്രയും ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട്. പിന്നെ മൂന്നാമത്തെ ഒരു രീതിയുണ്ട്, ആദ്യത്തെ മെത്തേഡിന്റെയും രണ്ടാമത്തെ മെത്തേഡിന്റെയും കോമ്പിനേഷൻ. അത് ഈ വരുന്ന സ്ലൈഡ്സിൽ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് വാട്ട് ഈസ് ബീങ് ടാക്സ്ഡ്. ഇതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ താരിഫിന്റെ. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് വാട്ട് ഈസ് ബീങ് ടാക്സ്ഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 തരത്തിലുള്ള താരിഫാണ്, ഇമ്പോർട്ട് താരിഫ്, എക്സ്പോർട്ട് താരിഫ്. ഇമ്പോർട്ട് താരിഫ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വേറെ കൺട്രിയിൽ നിന്ന് വരുന്ന ഗുഡ്സുമ ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ്. taxes on goods which are imported into the country. ഇനിയുള്ളത് എക്സ്പോർട്ട് താരിഫ്.
രണ്ടാമത്തത്, അതായത് ദോസ് ഗുഡ്സ് വിച്ച് ആർ ലീവിങ് ദി കൺട്രി, നമ്മൾ വേറെ രാജ്യങ്ങൾക്ക് വിൽക്കുന്ന ഗുഡ്സുമേ ചാർജ് ചെയ്യുന്ന താരിഫാണ് എക്സ്പോർട്ട് താരിഫ്. എക്സ്പോർട്ട് താരിഫ് പ്യോർലി റവന്യൂ പേർപ്പസിനാണ്, സർക്കാരിന് റവന്യൂ ഉണ്ടാക്കുക. പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മുടെ ഇക്കോണമിയിൽ, ഡൊമസ്റ്റിക് ഇക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ചില സാധനങ്ങൾക്ക് ഷോർട്ടേജ് വരും. അപ്പോൾ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്ത് ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് എക്സ്പോർട്ട് താരിഫ് ഇമ്പോസ് ചെയ്യുക. ഇമ്പോർട്ട് താരിഫ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് റവന്യൂ, പിന്നെ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സ് സെല്ലേഴ്സിന്റെ ബിസിനസ് കുറച്ചും കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വില കൂട്ടാൻ വേണ്ടി ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് താരിഫ് ഇമ്പോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഇസ് ഓൺ ദി ബേസിസ് ഓഫ് പർപ്പസ്. എന്തിനു വേണ്ടിയാണ് താരിഫ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്? രണ്ട് റീസൺസ് ആണ്, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് രണ്ട് തരത്തിലുള്ള താരിഫ്സ് ആണ്. പ്രൊട്ടക്റ്റീവ് താരിഫ്, റവന്യൂ താരിഫ്. പ്രൊട്ടക്റ്റീവ് താരിഫിന്റെ ഉദ്ദേശം ഒന്ന് ഇമ്പോർട്ട്സ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട്സ് നമ്മൾ ഡിസ്കറേജ് ചെയ്യുക. ഇമ്പോർട്ട് ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും ആ ഇമ്പോർട്ടഡ് ഐറ്റമിന്റെ വില കൂടും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറയും, അതിന്റെ ഇമ്പോർട്ട്സിന്റെ വോളിയം കുറയും. നമ്മളത് കുറച്ച് മാത്രമേ, ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ നമ്മളത് പിന്നെ ഇമ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം മെച്ചം ഉണ്ടാവുന്നത് നമ്മുടെ ഇവിടുത്തെ സെല്ലേഴ്സിനും മാനുഫാക്ചറേഴ്സിനും. നമ്മുടെ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവും. അതാണ് പ്രൊട്ടക്റ്റീവ് താരിഫ്, പ്രൊട്ടക്ഷൻ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. സെക്കൻഡ് ഇസ് റവന്യൂ താരിഫ്. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോർട്ട് താരിഫ് പോലെ ഇറ്റ് ബ്രിങ്സ് റവന്യൂ ഫോർ ദി ഗവൺമെന്റ്. റവന്യൂ റേസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ടു ബി റവന്യൂ താരിഫ്. പക്ഷെ മിക്ക കേസിലും ഈ രണ്ട് റീസൺസും സെർവ് ചെയ്യും ഒരു പെർട്ടിക്കുലർ താരിഫ്. ഇമ്പോർട്ട് ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട്സും കുറയും, അറ്റ് ദ സെയിം ടൈം സർക്കാരിന് റവന്യൂ കിട്ടുന്നു. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് പേർപ്പസ്. ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൗ ദി ഡ്യൂട്ടി എമൗണ്ട് ഇസ് വാല്യൂഡ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ആണോ എക്സ്പോർട്ട് ഡ്യൂട്ടി ആണോ ഏതായാലും എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര എമൗണ്ട് അടയ്ക്കണം, എന്ത് ബേസിസിലാണ് നമ്മളത് കാൽക്കുലേഷൻ നടത്തുന്നത്. ആദ്യത്തെ സ്പെസിഫിക് താരിഫ്. സ്പെസിഫിക് താരിഫ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് റേറ്റ് ഓൺ എവറി ഐറ്റം വിച്ച് ഇസ് ഇമ്പോർട്ടഡ്. സപ്പോസ് നമ്മൾ കാറ് ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ, ഓരോ കാറുമേയും ഒരു ഫിക്സ്ഡ് റേറ്റ്, ഈ പറയുന്ന എക്സാമ്പിളിൽ 5000 രൂപ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് ഓരോ കാറുമേയും കളക്ട് ചെയ്യുന്നു. അതാണ് സ്പെസിഫിക് താരിഫ്. സെക്കൻഡ് ഇസ് ആഡ് വലോറം താരിഫ്, അതായത് പെർസെൻറ്റേജ് ഓഫ് ദി പ്രോഡക്ട്സ് വാല്യൂ. പ്രോഡക്റ്റിന്റെ ഫൈനൽ പ്രൈസ് എടുത്തിട്ട് പ്രൈസ് അവർ കോട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ സ്പെസിഫിക് പെർസെൻറ്റേജ് ആണ് ആഡ് വലോറം താരിഫ്. തേർഡ് ഇസ് കോമ്പൗണ്ട് താരിഫ്, അതായത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സ്പെസിഫിക് ആൻഡ് ആഡ് വലോറം. ഇവിടെ പറയുന്ന എക്സാമ്പിളിൽ തന്നെ കാർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഫിക്സ്ഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഉണ്ടാവും, കൂടാതെ കാറിന്റെ വാല്യൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാ കാറും ഒരുപോലത്തെ ആയിരിക്കില്ല. സെയിം ബ്രാൻഡ് ആണെങ്കിലും ഡിഫറെന്റ് പ്രൈസ് സെഗ്മെന്റ്, ഡിഫറെന്റ് കസ്റ്റമർ സെഗ്മെന്റ്, ഓരോ സെഗ്മെന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട്. അപ്പൊ ഫ്ലാറ്റ് റേറ്റ് എല്ലാ കാറിന്റെയും, പിന്നെ കാറിന്റെ പ്രൈസ് എങ്ങനെയാ അതനുസരിച്ചിട്ട്. അപ്പൊ ഹയർ പ്രൈസ് ആണെങ്കിൽ 10% എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 20% എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കിട്ടുന്നു. അതിനേലും വിലയുള്ള കാറാണെങ്കിൽ പെർസെൻറ്റേജ് ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുന്ന ഡ്യൂട്ടി കൂടും. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഫിക്സ്ഡ് റേറ്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പ്രൈസ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൗ ദി ഡ്യൂട്ടി എമൗണ്ട് ഇസ്. നെക്സ്റ്റ് ഇസ് നോൺ താരിഫ് ബാരിയർ. നോൺ താരിഫ് ബാരിയർ എന്നും പറഞ്ഞിട്ട് 3 തരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് കോട്ട, രണ്ടാമത്തത് ലൈസൻസ്, മൂന്നാമത്തത് എംബാർഗോ. കോട്ട എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ലിമിറ്റ് ആണ്. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഷുഗർ ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പൊ സർക്കാർ പറയും ഇത്രയും ഫിസിക്കൽ ക്വാണ്ടിറ്റി മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, അതിനപ്പുറം അലൗഡ് അല്ല. അപ്പൊ അതാണ് കോട്ട ഫിക്സ് ചെയ്യും, ഇത്രയും എമൗണ്ട് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത് ലൈസൻസ്. നോർമലി മിക്ക ഐറ്റംസും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ലൈസൻസ് ആവശ്യമില്ല, ഫ്രീ ആയിട്ട് ചെയ്യാം.
പക്ഷെ ചില ഐറ്റംസിന്റെ കാര്യത്തിൽ പറയും നമ്മൾ ലൈസൻസ് എടുത്തിരിക്കണം, ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ലൈസൻസ് എടുത്തിരിക്കണം. അപ്പോൾ ലൈസൻസ്ഡ് ബാരിയർ എന്ന് പറയുമ്പോഴത്തേക്കും അവര് ലൈസൻസ് ലിമിറ്റഡ് നമ്പർ ഓഫ് കമ്പനീസിന് മാത്രമേ കൊടുക്കുള്ളൂ, അവർക്ക് മാത്രമേ അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വരുത്താൻ പറ്റുള്ളൂ. It allows authorized companies to import specific commodities which are included in the list of licensed goods. ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ലൈസൻസ്ഡ് ഗുഡ്സിന്റെ ലിസ്റ്റിൽ വരുന്നു. ചില കമ്പനീസിന് മാത്രമേ അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ. ഇതിന് ഒരു എക്സാമ്പിൾ മെഡിസിൻസ് ആണ്. ചില മെഡിസിൻസ് ഇന്ന കമ്പനീസിന് മാത്രമേ ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ടോട്ടൽ 4-5 ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള ബേസിസിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ ഒരു ലിമിറ്റ് കൊണ്ടുവരാൻ പറ്റും. തേർഡ് ഇസ് എംബാഗോ. എംബാഗോ നോർമലി പൊളിറ്റിക്കൽ റിലേഷൻസിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഒന്നില്ലെങ്കിൽ ടോട്ടലി അല്ലെങ്കിൽ ചില ഗുഡ്സിന്റെ കാര്യത്തിൽ ട്രേഡ് ബാൻ ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ കാറിന്റെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് വിചാരിച്ചോളൂ, നമ്മൾ കാറിന്റെ കാര്യത്തിൽ ഒരു ബാൻ കൊണ്ടുവരാണെങ്കിൽ ഈ എംബാർഗോ എടുത്ത് മാറ്റുന്നവരെ കാറ് നമുക്ക് വിൽക്കാനും പാടില്ല, വേറെ കൺട്രീസിൽ എക്സ്പോർട്ടും ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടും ചെയ്യാൻ പാടില്ല. ദേ ആർ ഇമ്പോസിങ് എ ബാൻ ഓൺ ട്രേഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗുഡ്. അത് എക്സ്പോർട്സും ആവാം, ഇമ്പോർട്ട്സും ആവാം. പൊളിറ്റിക്കൽ റിലേഷൻസിൽ പ്രശ്നം വരുന്നത് ഒരു റീസൺ. പിന്നെ അതേപോലെ ചില സമയത്ത് ഡൊമസ്റ്റിക് ഇക്കോണമിയിൽ ഡിമാൻഡ് ഷോർട്ടേജ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. 4 ഡിഫറെന്റ് ഫേസ് ആണ്: പ്രോസ്പെരിറ്റി, റിസെഷൻ, ഡിപ്രഷൻ, റിക്കവറി. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല, സാധനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല, ഇക്കോണമി ഒരുമാതിരി തകർന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. അപ്പൊ ആ സമയത്ത് ചില ഗുഡ്സ് ഒട്ടും ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോറിൻ കറൻസി പുറത്തോട്ട് പോകുന്നു. അതേപോലെ ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സിന് അവരുടെ പ്രോഡക്ട്സിന് ഡിമാൻഡ് ഇല്ലാണ്ട് വരുന്നു. പിന്നെ എക്സ്പോർട്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അപ്പൊ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ചില ഗുഡ്സിന്റെ കാര്യത്തിൽ അവർ ബാൻ കൊണ്ടുവരുന്നു. ഇതൊക്കെയാണ് നോൺ താരിഫ് ബാൻ.